ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വന്യ കോർപ്പിസ്കോപ്പ് അച്ഛൻ, വന്യ റബ്ബാച്ചൻ, ബഹുമാനപ്പെട്ട നമ്മുടെ വികാരി അച്ഛൻ, അതുപോലെ തോമസ് അച്ഛൻ, വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ പെരുന്നാളാണ് നമ്മളിന്ന് ആഘോഷിച്ചത്. ഞാൻ ഇന്നലെ പരിശുദ്ധ അമ്മയുടെ ത്യാഗങ്ങളെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവച്ചു. ഇന്നത്തെ ഏവങ്കേലിയോൻ ഭാഗം മാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ പെരുന്നാളിന് വായിച്ചത് മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലേക്ക് യേശു പോകുന്ന ഒരു വേദഭാഗമാണ്. ഞാൻ ഈ വിശുദ്ധ കുർബാനയിലുടനീളം ചിന്തിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് മാതാവിനെ കുറിച്ച് പറയുവാൻ സുവിശേഷത്തിലേറെ വേദഭാഗങ്ങൾ ഉണ്ടായിട്ടും ഈ വളരെ വലിയൊരു പെരുന്നാളിൻ്റെ ദിവസത്തിൽ വിശുദ്ധ കുർബാനയുടെ ഏവങ്കേലിയോൻ ഭാഗത്ത് മാർത്തയുടെയും മറിയയുടെയും അനുഭവം എന്തുകൊണ്ടാണ് വിവരിച്ചതെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. യേശു ലാസറിൻ്റെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ മാർത്തയും ഉണ്ടായിരുന്നു, മറിയയും ഉണ്ടായിരുന്നു. രണ്ടുപേരുടെയും മനോഭാവങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഒരാൾ യേശു വന്നു എന്നറിഞ്ഞതോടുകൂടി യേശുവിനെ ഭക്ഷണം കൊടുക്കുവാനും മറ്റ് പല കാര്യങ്ങളിലായിട്ട് വ്യാപൃതയായിരിക്കുകയായിരുന്നു. മറിയമാകട്ടെ യേശുവിൻ്റെ തൃപ്പാദത്തിലിരുന്ന് വചനം കേൾക്കുകയായിരുന്നു. രണ്ടും നല്ല ശുശ്രൂഷയാണ്. ഇത് രണ്ടുമില്ലാതെ നമുക്ക് സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുമില്ല. അപ്പം മറിയത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് തൃപ്പാദത്തിങ്കിൽ, യേശുവിൻ്റെ തൃപ്പാദത്തിലിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ദൈവത്തിന് യേശുവിൻ്റെ മനസ്സനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറിയത്തിൻ്റെ പ്രത്യേകത. പരിശുദ്ധ കന്യാമറിയാമിൻ്റെയും പ്രത്യേകത ദൈവത്തിൻ്റെ മനസ്സനുസരിച്ച് ഭൂമിയിൽ അവൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. കാര്യമായി എന്തെങ്കിലും ഈ ലോകത്തിന് സംഭാവന നൽകുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചില്ല. തൻ്റെ ജീവിതം ഒഴിച്ച്, തൻ്റെ ജീവിതമായിരുന്നു അവൾ സഭയ്ക്കും സമൂഹത്തിനും സ്വർഗത്തിന് സമർപ്പിച്ചത് തൻ്റെ ജീവിതമാണ്. ഇനി മറിയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ വ്യഗ്രചിത്തിയായിരുന്നു. ഇന്ന് സഭാജീവിതത്തിൽ എവിടെ നോക്കിയാലും എന്തിൽ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ് വ്യഗ്രത എന്ന് പറയുന്നത്. അത് പെരുന്നാളിനായാലും അതുപോലെ ഈ ആത്മീയ ശുശ്രൂഷയിലായാലും ജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും കല്യാണത്തിലായാലും വിവാഹ ശുശ്രൂഷയിലായാലും എല്ലാം വളരെ വ്യഗ്രചിത്തരായി കുറേ മനുഷ്യരിങ്ങനെ നടക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാലുള്ള ദോഷം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദോഷം എന്ന് പറയുന്നത്, ഒന്ന്, അവളുടെ പരാതി ഒരിക്കലും വിട്ടുമാറുന്നില്ല എന്നുള്ളത്. ജീവിതത്തിലെല്ലാം ദൈവം യേശു തന്നെ മുമ്പിൽ വന്ന് നിന്നിട്ടും ഈ മാർത്ത എന്ന് പറയുന്ന ഈ സ്ത്രീ പല കാര്യങ്ങളിൽ അസ്വസ്ഥയായത് മാത്രമല്ല, മറിയത്തെ അവൾ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. അവളൊന്നിനും എന്നെ സഹായിക്കുന്നില്ല, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു, ഇങ്ങനെയുള്ള ഒരു പരാതി പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാനും പലപ്പോഴും പല കാര്യങ്ങളും ഒത്തിരി പരാതിപ്പെടുന്ന ആളാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ പരാതി വരുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ മനസ്സറിയാതെ പോകുന്നത് കൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. എപ്പോഴാണ് സമർപ്പിക്കപ്പെട്ടത് അന്ന് മുതൽ സഭ അവളെ ഭാഗ്യവതി എന്നാണ് വിളിക്കുന്നത്. സത്യത്തിൽ എന്ത് ഭാഗ്യമാണ് അവൾക്ക് കിട്ടിയത്! തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ നാട് വിടേണ്ടി വന്ന, അഡ്രസ് ഇല്ലാതെ നാട് വിടേണ്ടി വന്ന, വേറൊരു രാജ്യത്തേക്ക് പാലായനം പോകേണ്ടി വന്നവളാണ് കന്യാകുമാരി. നമുക്കൊക്കെ പാലായനം ചെയ്യേണ്ടി വന്നെങ്കിലും സൗഭാഗ്യം തേടിയാണ് പാലായനം ചെയ്തത്. ബംഗ്ലാദേശിലേക്ക് ഇന്ത്യയിൽ നിന്ന് ആരും പോയിട്ടില്ല. പോയതെല്ലാം നമ്മളെല്ലാം പോയിട്ടുണ്ട്. ഞാൻ ഇതുവരെയും ബംഗ്ലാദേശിൽ പോയിട്ടില്ല. ഞാൻ അമേരിക്കയിൽ പോയിട്ടുണ്ട്. എല്ലാം സൗഭാഗ്യമുള്ള നാട്ടിലാണ് പോയിട്ടുള്ളത്. അപ്പോ കന്യാമറിയാൻ പോയത് ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലേക്കാണ്. അപ്പോൾ സൗഭാഗ്യം തേടിയുള്ളൊരു പോക്കായിരുന്നില്ല, കഷ്ടതയായിരുന്നു അവിടെ. ദൈവവിശ്വാസത്തിൽ പോലും വ്യത്യസ്തമായ ആചാരങ്ങൾ പുലർത്തുന്ന ഒരു നാട്ടിൽ, ദൈവവിശ്വാസം ഇല്ലാത്ത ഒരു നാട്ടിലേക്ക് അവൾ പോകേണ്ടി വന്നു. അതിനുശേഷം തൻ്റെ കുഞ്ഞിനെ ജീവൻ സംരക്ഷിച്ചുവെങ്കിലും പിന്നീട് എത്ര കഷ്ടപ്പെട്ടാണ്. നിങ്ങൾ ആ ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ, പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം സൂചിപ്പിക്കുന്ന
ആ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഫിലിം കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇതാ യേശു ഒരാശാരിപ്പണി ചെയ്ത് ജീവിക്കുന്നു. അതോടൊപ്പം തന്നെ യേശുവിനെ വളർത്താൻ വേണ്ടി അമ്മ എടുക്കുന്ന ത്യാഗങ്ങൾ. അത് കഴിഞ്ഞാൽ നമുക്കറിയാം, അതിനൊക്കെ തൊട്ട് മുമ്പ് തന്നെ പ്രസവിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് ദൈവത്തെ ഏറ്റുവാങ്ങിയെന്നൊരു കാരണം കൊണ്ട് എല്ലാവരും തിരസ്കരിക്കപ്പെട്ടു. എന്നിട്ടോ സത്രങ്ങളിൽ ഇടം കിട്ടാത്തത് കൊണ്ട് പുൽക്കൂട്ടിലേക്ക് ഒതുങ്ങേണ്ടി വന്ന് ഒരു ഗുഹയിൽ പോയി പ്രസവിച്ച് തൻ്റെ കുഞ്ഞിനെയും കയ്യിലേന്തി നിൽക്കുന്ന ഒരമ്മയുണ്ട്. സത്യത്തിൽ എത്ര വേദനാജനകമാണ്. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം ആലോചിക്കുമ്പോൾ തന്നെ പ്രസവിക്കേണ്ട ഹോസ്പിറ്റൽ എവിടെയെന്ന് നമ്മളിന്ന് നേരത്തെ തന്നെ ആലോചിച്ച് ബുക്ക് ചെയ്യുന്ന രീതിയാണുള്ളത്. അത് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഒരു കല്യാണം നടത്തി ആശീർവദിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ഈ ഭാര്യയും ഭർത്താവോട് പറയുകയാണ്, ഞങ്ങൾക്ക് കൊച്ചുണ്ടാകുമ്പോൾ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സ്കൂളിൽ ഒരു അഡ്മിഷൻ മേടിച്ചു തരണം. അത്രമാത്രം ചിന്തയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കന്യകമറിയാം പ്രിയമുള്ളവരെ, എത്രയോ കഷ്ടപ്പാടുകളുടെ മധ്യത്തിലൂടെ പോകുന്നു. നമ്മൾ പാട്ട് പാടാറുണ്ട്. ഞാനും അച്ഛനും കൂടി ഇന്നലെ ആ പാട്ട് പാടിയപ്പോൾ സത്യത്തിൽ കണ്ണു നിറയുന്നൊരു പാട്ടാണ്, ക്രിസ്മസിൻ്റെ പാട്ട്. മുറ്റുന്നീറ്റെന്തോവെന്നിൽ യൗസേപ്പോടു സ്വന്തം നീതിജ്ഞാബേതലഹേമിൽ ഗുഹയിൽ പോയിട ഇല്ലൊരു പായും കട്ടിലുമീയുള്ളോ ഈ ഉലകത്തിൽ ഞാനാശ്രയഹീന ലോകപുരാതനനെ ഗുഹയിൽ പ്രസവിച്ചയ്യോ ജഗതീരക്ഷകനെ ഞാൻ കൂട്ടിൽ പാലിച്ചു. ഹല്ലേലൂയ. യൗസേപ്പിനോട് മാതാവ് പറയുന്ന ഒരു വാക്കാണ്, നീതിജ്ഞ നമുക്ക് ബേത്ലഹേമിലേക്ക് പോകാം. ഈ ഉള്ളവൾക്ക് ഒരു പായും തലയണയും പോലുമില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ പ്രസവിച്ച് ഇതാ പുൽക്കൂട്ടിൽ ഗുഹയിൽ പ്രസവിച്ചിട്ട് നമുക്ക് പുൽക്കൂട്ടിൽ കിടത്താം. അങ്ങനെ ഭവനം പോലും സംലഭ്യമല്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിൽ ജീവിച്ചു. അതിനുശേഷം 30-ാമത്തെ വയസ്സിൽ യേശു അവൻ തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മകൻ്റെ പിന്നാലെ ഒരമ്മ ഒരു തീർത്ഥയാത്ര നടത്തുന്നത് പോലെ നടത്തിയൊരു യാത്രയുണ്ട്. ആ യാത്ര പൂർത്തിയായത് കാൽവറി ക്രൂസിലെ ബലിയിലാണ്. ആ ബലിയിലെ ഓരോ അടിയും ഓരോ പീഡകളും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നൊന്തത് സത്യത്തിൽ പരിശുദ്ധ അമ്മയ്ക്കായിരിക്കും. കാരണം നമ്മളിങ്ങനെ വിശ്വാസ പ്രമാണത്തിൽ പറയാറുണ്ട്, കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ചു എന്ന് പറഞ്ഞാൽ ഈ ശരീരം കൊടുത്തത് കന്യകമറിയാമാണ്. അതുകൊണ്ട് ഓരോ അടിയും ഏറ്റപ്പോൾ യേശുവിന് നൊന്തതിനൊപ്പം തന്നെ കന്യകമറിയാമനും പലപ്പോഴും നൊന്തിട്ടുണ്ടാവാം. അവളാ ക്രൂശിൻ്റെ ചുവട്ടിൽ എന്നിട്ടും സഹിച്ചു നിന്നുക മാത്രമല്ല, ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് യേശു നൽകിയ യോഹന്നാനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ജീവിച്ചിട്ട് ഒന്നും ലഭിക്കാതെ പോയ ഒരു വ്യക്തിയായി മാറി, ഒന്നുമില്ലാത്തവളായി. അതാണ് ഈ ഭൂമിയിൽ കന്യാമറിയാമിന് ലഭിച്ച ഭാഗ്യം. അതിനുശേഷം തൻ്റെ മകനെ തള്ളിക്കളഞ്ഞ അപ്പോസ്തലന്മാരെ എല്ലാം ചേർത്ത് പിടിച്ചിട്ട് എങ്ങനെ സാധിക്കും? തൻ്റെ മകനെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് കൂടെ നിർത്തിയിട്ട് ഉപേക്ഷിച്ചിട്ട് പോയ ശിഷ്യന്മാരെ എല്ലാം കൂട്ടി വരുത്തിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മ. ഒരു സമർപ്പിത ജീവിതത്തിൻ്റെ പ്രാർത്ഥന എവിടെ ഉയരുന്നോ അവിടെ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുകയും അങ്ങനെ സെഹ്യോൻ മാളികയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന തന്നെയാണ്. അങ്ങനെ ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ സഭ ഈ കാലം മുഴുവനും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അമ്മയെ കൂടെ ചേർത്തു എന്നുള്ളതാണ് ഈ സഭയുടെ ഏറ്റവും വലിയ നന്മ എന്ന് നമ്മൾ പ്രത്യേകം മറന്നുപോകും. എന്നാൽ പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും പ്രത്യേകിച്ച് ദൈവശാസ്ത്ര പഠനത്തിന് കയറിയ ഓരോ കാലഘട്ടത്തിലും ഓരോ ദിവസവും നമ്മൾ ഈ കന്യാമറിയാമിനുള്ള മനുഷ്യാവതാരം വിശ്വസിക്കുന്നുണ്ടെങ്കിലും സ്വർഗത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ ശരീരം എടുക്കപ്പെട്ടു എന്നുള്ളത്
ഒരു തരത്തിലും എനിക്ക് വിശ്വസിക്കാനായിട്ട് അത്ര എളുപ്പമായിരുന്നില്ല. വിശ്വാസത്തിന്റെ ഭാഗമാണ്, നമ്മളെല്ലാം വിശ്വസിക്കുന്നു, പക്ഷേ നമ്മുടെ മനസ്സതിന് സമ്മതിക്കണ്ടേ. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കും, ഇതെങ്ങനെയാണ് ഇത് സാധിക്കുക? ഇതെങ്ങനെയാണ് ഒരു ബോഡി ഇവിടുന്ന് മേളിലേക്ക് പോവുക? ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടും എനിക്ക് ഉത്തരം കാര്യമായിട്ട് കിട്ടിയില്ല. എങ്കിലും ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ഞാനതെന്നും കൂട്ടിച്ചേർത്തു. അങ്ങനെ ഇരിക്കെ ഞാൻ അച്ഛനായിരുന്ന കാലത്തും എനിക്കിതിന് ഉത്തരമില്ല. എങ്ങനെയായിരിക്കാം വാങ്ങിപ്പിന്റെ ഈ സംഭവം നടന്നത്? മാതാവിന്റെ ശരീരം ഇതാ മരിച്ച ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു പോവുക. എനിക്കതിന് ഉത്തരം കിട്ടിയത്, നമ്മൾ പലപ്പോഴും നമ്മുടെ ഉത്തരങ്ങളെല്ലാം നമ്മൾ ബുദ്ധി കൊണ്ടാണ് ആലോചിക്കുന്നത്, കൊണ്ടാണ് പലതിന് ഉത്തരവില്ലാത്തത്. മനസ്സുകൊണ്ട് നമ്മളൊന്നും ചിന്തിക്കാറില്ല, നമ്മളെല്ലാം ചിന്തിക്കുന്ന തല കൊണ്ടാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ പലതിനും ഉത്തരമില്ലാത്തത്. ഒരിക്കല് ഞാൻ UK എനിക്ക് ചാർജ് കിട്ടിയ ഒരു സമയം, ഞാൻ ആ ചാർജ് കിട്ടിയ ശേഷം അവിടേക്ക് പോകാൻ വേണ്ടി വിസയ്ക്കായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ ചുരുക്കി തന്നെ അങ്ങ് പറയാം, ഒരമ്മച്ചി അവിടെ നിൽക്കുന്നത്. നമ്മുടെ നാടൻ അമ്മച്ചിമാർ ഒരു 70 വയസ്സ് എന്തായാലും ഉണ്ട്. സാരിയൊക്കെ ചുറ്റി, ഒരു ബാഗൊക്കെ പിടിച്ച്, ഫയലും ഒക്കെ ഇപ്പുറത്തെ കക്ഷത്തിൽ വെച്ച്, ഒരു കുട ഇപ്പുറത്തെ കക്ഷത്തിൽ, ബാഗ് ഇപ്പുറത്തെ കക്ഷത്തിൽ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ അമ്മച്ചി VSF ഇതിന് വന്നത്, വിസ എടുക്കാൻ വന്നത്. എൻ്റെ തൊട്ട് മുമ്പിലാണ് പോയത്. അവിടെ ഒരു സെക്യൂരിറ്റി ചെക്കുണ്ട്. ആ സെക്യൂരിറ്റി ചെക്കിൻ്റെ സമയത്ത് ഈ ബാഗ് എല്ലാവരും അവിടെ പിടിച്ചു വെച്ചു. ഉടനെ അവർ പറഞ്ഞു, എൻ്റെ മകൾ പറഞ്ഞിട്ടുണ്ട് ഇത് ആരുടെ കയ്യിലും കൊടുക്കരുതെന്ന്, അതുകൊണ്ട് ഞാൻ തരികയില്ലെന്ന്. എന്തായാലും ബലമായിട്ട് പിടിച്ചു വെച്ച് ഇതെല്ലാം പരിശോധന നടത്തി അകത്ത് കയറ്റി വിട്ടു. അകത്ത് വിട്ടു കഴിഞ്ഞപ്പോൾ കുട പുറത്തായി പോയി. അതുകൊണ്ട് വീണ്ടും കുടയെടുക്കാൻ വേണ്ടി ഈ വാതിലെ പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇനി ഈ വാതിൽക്ക് കൂടെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, നിങ്ങൾ അപ്പുറത്തെ വാതിലിലൂടെ കറങ്ങി താഴെ വന്ന് വേണം ഇനി ഇതെടുക്കാൻ. ചെറിയ പെറുപെറുപ്പോട് കൂടി അമ്മച്ചി അകത്ത് കയറിയത്. പല കൗണ്ടറുകളിൽ എത്തണം. കൗണ്ടറുകളിൽ വേറെ ആരുടെയെങ്കിലും നമ്പർ വിളിക്കുമ്പോഴൊക്കെ അമ്മച്ചി ചാടി എഴുന്നേറ്റ് ഈ കൗണ്ടറിലേക്ക് ചെല്ലും. ഉടനെ അവർ പറയും, അമ്മച്ചി അവിടെ പോയി ഇരിക്കാൻ പറയും. അങ്ങനെ ഒത്തിരി തിരസ്കരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി അമ്മച്ചി കൗണ്ടറിൽ ചെന്നപ്പോഴേക്ക് കയ്യിലിരുന്ന 15,000 രൂപയുടെ അടക്കേണ്ടതെല്ലാം കൂടെ നിലത്തോട്ട് വീണിട്ടങ്ങ് ചെതറി. പിന്നെ അവിടെ ഇരുന്ന് എല്ലാവരും കൂടി അത് പെറുക്കി കൂട്ടി അമ്മച്ചിയുടെ കൈ കൊടുത്തു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ഇതുപോലെ തന്നെ കതകെ പിടിച്ച് തള്ളുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, സ്വിച്ച് ഞെക്കുമ്പോഴാണ് കഥ പറഞ്ഞത്. അങ്ങനെ ഒരു തരത്തിൽ ഈ അമ്മച്ചി പുറത്ത് കിടന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും ഈ അമേരിക്കയിലും UK ഒക്കെ വരുന്നതെന്ന് ഞാൻ ഓർത്തുപോയി. അതിനുശേഷം ഞാൻ എയർപോർട്ടിൽ UK വരാൻ നിൽക്കുമ്പോൾ ഇതേ അമ്മച്ചി തന്നെ അവിടെ നിൽക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അമ്മച്ചി അങ്ങോട്ട്, ഞാൻ UK തിരുമേനി അങ്ങോട്ടോ? ഞാനും പറഞ്ഞു, ഞാൻ UK എന്നാൽ നമുക്ക് 2 പേർക്കും പോകാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൂടി അമ്മച്ചി. ചെക്കിൻ കഴിഞ്ഞു, എമിഗ്രേഷൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ പാസ്പോർട്ടും ഇതൊക്കെ സൂക്ഷിച്ചോളൂ. ദുബായിൽ വന്നപ്പോൾ സംഭവിച്ചത്, അവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിൻ്റെ സമയത്ത് ഈ ബാഗ് എല്ലാവരും മേടിച്ചെടുത്തു. അവർ മേടിച്ച് അപ്പുറത്തൂടെ കൊണ്ടുവന്നപ്പോൾ അമ്മച്ചി ഈ ബാഗ് ഒന്നും മേടിച്ചില്ല. ബാഗും മേടിച്ചില്ല, പാസ്പോർട്ടും എടുത്തില്ല. ഒരു ചെറിയ ബാഗ് കിട്ടി, ബാക്കി ബാഗും പാസ്പോർട്ടും വിസ ഈ ചെക്ക് നമ്മുടെ കാർഡും ഒക്കെ ബോർഡിംഗ് പാസും എല്ലാം അതിനകത്തായി. ഗേറ്റിൽ ചെന്നപ്പോൾ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി സമയമായി, ആ ബോർഡിംഗ് പാസും പാസ്പോർട്ടും എടുക്കാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞു, അതിവിടെ മേടിച്ചല്ലോ, നമ്മുടെ ഇത് അവിടെ മുമ്പേ കുറച്ച് മുമ്പേ തിരുമേനിയുടെ ഇതൊക്കെ മേടിച്ചായിരുന്നു, ആ കൂട്ടത്തിൽ എൻ്റെതും മേടിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞാൽ അപ്പുറത്ത് ചെന്ന് തിരിച്ചെടുക്കേണ്ടതായിരുന്നു. പിന്നെ ഞാൻ ഈ അമ്മച്ചിയും കൂട്ടിക്കൊണ്ട് തിരിച്ച് നടന്ന്, ദുബായിൽ നിങ്ങൾക്കറിയാം എത്ര ദൂരം പുറകോട്ട് നടക്കണം. അങ്ങനെ നടന്നു പോയി അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ ഈ പാസ്പോർട്ടും ബോർഡിംഗ് പാസും തന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും സമയം പോയി. പിന്നെ വളരെ അതിവേഗം ഈ അമ്മച്ചിയും കൊണ്ട് ഞാൻ ഗേറ്റിങ്ങിലേക്ക് യാത്ര ചെയ്തു. പെട്ടെന്ന് ഗേറ്റിങ്ങിൽ വന്നു. എന്തായാലും ഒരു തരത്തിൽ ഈ അമ്മച്ചിയെ ഇതിനകത്ത് കയറ്റി. അതിനിടയ്ക്ക് അമ്മച്ചിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കൊടുത്തു. അമ്മച്ചി ഫോർക്ക് വെച്ച് ഒരൊറ്റ കുത്തി അടുത്തിരുന്ന സാഹിബിൻ്റെ കണ്ണിലും മൂക്കിലും വരെ തെറിച്ചു ഈ സാധനങ്ങൾ. അപ്പം ഞാനിങ്ങനെ മനസ്സ് വിചാരിച്ചു, ഈ തള്ളയ്ക്ക് വീട്ടിലെങ്ങനെ ഇരുന്നു. അതിനുശേഷം ഞാൻ UK വന്നു, ബാഗൊക്കെ എടുത്തു. ഏത് ബാഗ് കണ്ടാലും അമ്മച്ചിയുടെ ബാഗാണെന്ന് പറഞ്ഞാൽ നമ്മൾ വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്യും. അവസാനം ബാഗെല്ലാം എടുത്ത് പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ 3 പെൺകുട്ടികൾ ഈ അമ്മച്ചിയെ കാണാൻ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് സ്വർഗത്തിലേക്ക് വന്ന പോലെയാണ് ഈ അമ്മച്ചി വളരെ കഷ്ടപ്പെട്ടാണ് വന്നിരിക്കുന്നത്. അന്നേരം അവർ പറഞ്ഞു, ഞങ്ങളെ വളർത്തി വലുതാക്കിയത് ഈ അമ്മയാണ്. അമ്മ ഞങ്ങളെ വളർത്തിയത് വീടുകളിലൊക്കെ പണിയെടുത്താണ്. ഒത്തിരി കഷ്ടപ്പാടുകൾ ഞങ്ങളുടെ അമ്മ സഹിച്ചിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ ഞങ്ങളുടെ അമ്മ കരയുന്നത്
പലപ്പോഴും ഞങ്ങൾ ഒരു മുറിയേ ഉള്ളൂ. ആ മുറിക്കകത്ത് ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ അമ്മ കരയുന്നത് നിശബ്ദമായി ഞങ്ങൾ കേൾക്കുമായിരുന്നു. സൗഭാഗ്യങ്ങളില്ലാത്ത ഒരു ജീവിതത്തിൽ നിന്ന് ഞങ്ങളെയൊക്കെ വളർത്തി സൗഭാഗ്യമുള്ള ഒരു രാജ്യത്തേക്ക് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ അയച്ചു. പക്ഷെ ഇന്നും അമ്മയോടെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് കഴിയുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, ഞങ്ങൾക്കൊക്കെ ഉണ്ടായി സൗഭാഗ്യം, ഞങ്ങൾക്ക് വീടായി, കാറായി, എല്ലാമായി, ഇതൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കണം, ഇതൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കണമെന്ന്, ഞങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യം എന്നൊക്കെ ഒന്ന് കാണിക്കണം. അങ്ങനെ വന്നിരിക്കുന്ന പലരും കൂടി ഉണ്ട്. മക്കളുടെ സൗഭാഗ്യം കാണാൻ വേണ്ടി വന്ന മാതാപിതാക്കന്മാരിവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരു മനുഷ്യന് പോലും അവന് സൗഭാഗ്യം ഉണ്ടായി കഴിയുമ്പോൾ, ഞാനങ്ങനെ ചെയ്ത ഒരാളാണ് പ്രിയമുള്ളത്. എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ പരിശുദ്ധ സഭയുടെ മെത്രാപ്പോലീത്തയും ഒക്കെ ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഒരു സ്ഥാപനം ഉണ്ടാക്കി. എൻ്റെ അമ്മയെ കൂടെ അച്ഛനായിരുന്ന കാലത്ത് ഞാൻ കൂടെയാണ് താമസിപ്പിച്ചിരുന്നത്. ഞാൻ താമസിക്കുന്ന ഇടത്തായിരുന്നു അമ്മയും താമസിച്ചത്. എന്നാൽ ഞാൻ മെത്രാപ്പോലീത്തയായ ശേഷം ഞാനൊരു സ്ഥാപനം ഉണ്ടാക്കി അവിടെ അമ്മയെ കൊണ്ട് താമസിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, ജീവിതകാലം അമ്മയോടെ താമസിക്കണം. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ആ സ്ഥാപനത്തിലേക്ക് പോകാനൊരുങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഒരു കൊച്ചുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അവന് 2.5-3 വയസ്സേ ഉള്ളൂ. ഞാനവരോട് പറഞ്ഞു, എടാ ഇപ്പോൾ അവനെന്നെ നിർബന്ധിക്കുകയാണ്, നമുക്ക് രോഗികളെ കാണാൻ പോകാം, നമുക്ക് അവൻ്റെ അമ്മ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞു നമുക്ക് അവിടെ പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. അപ്പോൾ ചോദിച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു, അമ്മയില്ലല്ലോ, അമ്മ മരിച്ചുപോയില്ലേ. തിരുമേനിയുടെ അമ്മച്ചി മരിച്ചാലല്ല, അവിടെ എന്തോ ഒരു അമ്മച്ചി ഒരു തിരുമേനിക്ക്. സത്യത്തിൽ എനിക്കൊരു പുതിയ ഉണർവായിരുന്നു. എത്രയോ അമ്മമാര് അവിടെ കിടക്കും. ഇതുപോലെ പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഓരോ സൗഭാഗ്യങ്ങൾ കിട്ടിയപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മൾ എന്തുമാത്രം ഓർക്കുന്നു. ഇവിടെ നമ്മളാണെങ്കിൽ പോലും നമ്മുടെ അമ്മമാർ രോഗികളാകുമ്പോൾ എത്രമാത്രം വലിയ വേദനകൾ, സങ്കടങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം മനുഷ്യനായി തീർന്നിട്ട് മനുഷ്യനായ ദൈവം സ്വർഗത്തിലേക്ക് തിരിച്ചു പോയെങ്കിൽ അവൻ്റെ അമ്മയെ അവൻ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് വിശ്വസിക്കാൻ ഒരു മനുഷ്യ ഹൃദയമുള്ളവന് എന്താണ് ബുദ്ധിമുട്ട്? പെട്ടെന്ന് തന്നെ അനേകം വർഷങ്ങളായി ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ സംശയങ്ങളും മാറി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ബുദ്ധി കൊണ്ട് വായിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് വായിക്കാൻ നമ്മൾ പഠിക്കണം. മനസ്സുകൊണ്ട് വായിക്കാൻ തുടങ്ങുമ്പോഴാണ് ബൈബിൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, പരിശുദ്ധ അമ്മയുടെ ഈ പെരുന്നാളിൽ നമുക്കൊക്കെ മനസ്സുകൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ കാണാനും, മനസ്സുകൊണ്ട് സ്വർഗത്തെ കാണുവാനും, മനസ്സുകൊണ്ട് മനുഷ്യനെ കാണുവാനും, മനസ്സുകൊണ്ട് ലോകത്തെ കാണുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഏകദേശം 1 മാസമായി ഇവിടെ ആയിട്ട് 20-ാം തീയതി വന്നതാണ്. 20-ാം തീയതി വന്നപ്പോൾ ഞാൻ മർത്തോമാ സഭയുടെ ഒരു 1-2 പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ മർത്തോമാ സഭയിൽ ഒരു അച്ഛൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു അമേരിക്ക വരണമെന്ന്. ഞാൻ അധികം താമസിയാതെ തിരിച്ചു പോകും, പക്ഷേ എൻ്റെ അപ്പനെയും അമ്മയും ഞാനിവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ മർത്തോമായിലെ ചില പ്രോഗ്രാമുകളൊക്കെ പങ്കെടുത്തു. വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിച്ചു. ഈ ദിവസം 1 മാസമായിട്ട് ഞാനിവിടെ താമസിക്കുന്നത് നമ്മുടെ പോളച്ചൻ്റെ കൂടെയാണ്. പോളച്ചൻ്റെ അമ്മായിയുടെയും കൂടെ അവരുടെ പരിചരണമൊക്കെ ഏറ്റുവാങ്ങിയാണ്. എനിക്ക് അപ്പോഴുണ്ടാകുന്ന ഫീലിംഗ് ഇതാണ്, പണ്ട് അമ്മ വീട്ടിൽ പോകുമായിരുന്നു. അമ്മ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത, ഒരു പണിയും ചെയ്യേണ്ട, അവിടെ ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, വെറുതെ ഇരിക്കുക. അമ്മ വീട്ടിൽ അവധിക്കാലത്ത് പോയി കഴിഞ്ഞാൽ അമ്മയുടെ വീട്ടുകാരോ അമ്മാച്ചന്മാരോ പിന്നെ വേറൊന്നും ചെയ്യാൻ പറയത്തില്ല. നമ്മൾ അവിടെ ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ വെറുതെ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഈ അമ്മ വീട്ടിൽ പോകുമ്പോൾ ഉള്ളത്. അതേ ഫീലിംഗാണ് എൻ്റെ ഒരു വെക്കേഷൻ ടൈം എന്നതുപോലെ. രാവിലെ എഴുന്നേൽക്കുക, നടക്കുക, ഭക്ഷണം കഴിക്കുക, വിശ്രമിക്കുക, അങ്ങനെ 1 മാസം വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ കഴിയുവാനായിട്ട് ഇടയായി തീർന്നു. അതോടൊപ്പം തന്നെ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, സത്യത്തിൽ ഞാനെന്താണ് ഇങ്ങനെ ആയിപ്പോയതെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ചില കാര്യങ്ങളിൽ സഭയിലൊക്കെ എന്നെ തല മാത്രം എന്തുകൊണ്ടാണെങ്കിലും വെറുതെ ഇരിക്കേണ്ട സമയത്ത് ഇല്ലാത്ത പ്രശ്നങ്ങൾക്കകത്തെല്ലാം പോയി ഞാൻ ചാടും. എന്താണ് ആവശ്യമില്ലാത്ത പരിപാടികൾ, പ്രോജക്റ്റുകൾ എല്ലാത്തിനകത്തും ചെന്ന് ചാടിയിട്ട് ഞാൻ അവസാനം ഇതിൻ്റെ എല്ലാം ഭാരവും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രയാസങ്ങളും എല്ലാം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും, സത്യത്തിൽ എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്ക് പോയത്? വെറുതെ ആവശ്യമില്ലാതെ ഞാൻ എന്തിനാണ് ഇതിനകത്തെല്ലാം ചെന്ന് ചാടുന്നതെന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. അതിനാരും പ്രത്യേകിച്ച് ഉത്തരവൊന്നും പറയാറില്ല. എൻ്റെ കൂടെയുള്ള അച്ഛന്മാരോട് ഞാൻ ഇത് ചോദിക്കാറില്ല. ചോദിക്കുന്ന മുമ്പ് അവർ പറയത്താണ്, അവനും വരുത്തി വെച്ചതല്ല അനുഭവിച്ചു എന്നാണ് അവരുടെ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇവിടെ വന്ന് പോളച്ചനെ കണ്ടപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. ഞാൻ എങ്ങനെയെല്ലാം ഏത് ആറ്റിറ്റ്യൂഡോടുകൂടിയാണോ പ്രവർത്തിക്കുന്നത്,
അതേപോലെ പ്രവർത്തിക്കുന്ന മറ്റൊരാളെ ഞാൻ കണ്ടത് ഈ അച്ഛനിലാണ്. പരിപാടികളെല്ലാം ഏറ്റെടുത്ത് അതിൻ്റെ ഓരോ മേഖലകളിലും അത് കൃത്യതയോടുകൂടി നിറവേറ്റാൻ ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടാതെ ആ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചു കൊടുക്കുവാൻ അച്ഛനെടുക്കുന്ന എഫർട്ട് ഈ ഭദ്രാസനത്തിനും അതോടൊപ്പം ഈ ഇടവകയ്ക്കും അത് വലിയൊരു അനുഗ്രഹമാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുന്നതോടൊപ്പം അച്ഛനോടും അമ്മായിയോടും കുടുംബത്തോടുമുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇടവകയിലെ ഈ പെരുന്നാളോടുകൂടിയാണ് എന്നെ ക്ഷണിച്ചത്. ഈ പെരുന്നാളിന് വേണ്ടിയാണ് ഞാൻ ഈ ദിവസങ്ങളെല്ലാം ഇപ്പോൾ കാത്തിരുന്നത്. എന്തായാലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അത് പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചു. ഇടവകയിലെ ട്രസ്റ്റി, സെക്രട്ടറി, അതോടൊപ്പം തന്നെ അനേകം ഭവനങ്ങളിൽ ഞാൻ പോകുവാനായിട്ട് ഇടയായി തീർന്നു. ചിലരൊക്കെ വിളിച്ചിട്ട് പോകാൻ പറ്റിയില്ല. എല്ലാവരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എക്യുമെനിക്കൽ മീറ്റിംഗ് അതിന് ആതിഥ്യമരുള്ളത് ഈ ഇടവകയാണ്. നമ്മുടെ വിവിധ സഭകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ കടന്നു വന്നു. എല്ലാവരും എത്ര സ്നേഹത്തോടും അതോടൊപ്പം തന്നെ പരസ്പര ആദരവോടും കൂടിയാണ് ഇവിടെ ഒരു എക്യുമെനിക്കൽ പ്രോഗ്രാം നടത്തിയതെന്നത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുക. വലിയ ആളുകൾ ഉണ്ടായില്ലെങ്കിലും ഉള്ളവരെല്ലാം വളരെ നല്ല ആത്മാർത്ഥതയോടുകൂടി അതിൽ പങ്കെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിലും ഉള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ വളരെ ഭംഗിയായിട്ട് വേറെ ക്രമീകരണങ്ങളുണ്ടായി. ശുശ്രൂഷക്കാർ, ഇത്രയധികം ശുശ്രൂഷക്കാർ, നമ്മുടെ നാട്ടിലൊക്കെ ശുശ്രൂഷക്കാരുടെ എണ്ണം കുറഞ്ഞു പോവുകയാണ്. ആളുകളെയൊക്കെ ഓടിച്ചിട്ടാണ് പിടിക്കുന്നത്. കണ്ടാൽ പിടിച്ച് ശുശ്രൂഷ കയറ്റുമല്ലോ എന്ന് ഓർത്തിട്ട് പലരും നമ്മളെ കാണുമ്പോൾ മാറി നടക്കുകയാണ്. ഇവിടെ 10-22 ശുശ്രൂഷക്കാരുണ്ട്. 2-3 ബൈക്കിനകത്ത് കൊണ്ടുപോയാലെന്ന് വരെ ഞാൻ ആലോചിക്കുന്നു. അത്രയും ശുശ്രൂഷക്കാരാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ ഒരു അച്ഛൻ്റെ ഒരു പ്രത്യേക ഈ കാലഘട്ടത്തിലുള്ള നമ്മുടെ യുവാക്കളെ പരിശീലിപ്പിക്കുവാനായിട്ടുള്ള ഒരു പ്രത്യേകമായ അച്ഛൻ്റെ കഴിവാണ്. അതെല്ലാം ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് സഹശുശ്രൂഷകരായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് അച്ഛനുണ്ടായിരുന്നു ഇവിടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ജ്ഞാനായ സഭയിലെ അച്ഛൻ, നാട്ടിൽ വെച്ച് തന്നെ അച്ഛനോട് എനിക്ക് നല്ല പരിചയമുണ്ട്. അച്ഛൻ്റെ മോൻ കുറേ നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സെമിനാരി പോകുന്നു. ഞാൻ അച്ഛൻ്റെ മോനും സെമിനാരി പോവുകയാണ്. എൻ്റെ 2 മക്കളും സെമിനാരി പോകണമെന്ന് ആഗ്രഹിച്ചു. എന്നിട്ട് അവർ കുറിയിട്ട് ഒരാളെ എടുക്കുകയായിരുന്നു ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അത്രമാത്രം ആ അച്ഛൻ്റെയൊക്കെ ജീവിതം കൊണ്ടുള്ള താല്പര്യമായിരിക്കാം അവർ സെമിനാരി പോകാനൊക്കെ ആഗ്രഹിച്ചത്. എന്തായാലും അച്ഛനെ പ്രത്യേകം ഓർക്കുന്നു. തോമസ് അച്ഛനെ പ്രത്യേകം ഈ അവസരത്തിൽ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഞാൻ പോയി കുടുംബത്തിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇതിനു മുമ്പും ഞാൻ വന്നിട്ടുള്ള സമയങ്ങളിലൊക്കെ അച്ഛൻ്റെ ഭവനത്തിൽ പോവുകയും അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ധ്യാനമൊക്കെ നടത്തി അച്ഛനോടെ വന്ന് കുമ്പസാരിപ്പിക്കുകയൊക്കെ ചെയ്തു. അച്ഛനെ സ്നേഹത്തോടെ ഓർക്കുന്നു. അതോടൊപ്പം നമ്മുടെ റംബാച്ചൻ, സിറിയൻ ഓർത്തഡോക്സ് നമ്മുടെ സഭയിലെ റംബാച്ചനാണ്. ഇന്ന് ഇവിടെ വൈകുന്നേരം അവർക്ക് വേണ്ടി ബലിയർപ്പണമുണ്ട്. അവർ കടന്നു വന്നു. സ്നേഹത്തോടെ ഓർക്കുന്നു. എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ചൊവ്വാഴ്ച വൈകുന്നേരമുള്ള കുവൈറ്റ് ഖത്തർ എയർവേസിൽ ഞാൻ തിരിച്ചു പോകും. നിങ്ങളെനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Your Eminence Archbishop, Very Reverend Gorpiscopo, Very Reverend Rabban Benham, Reverend Father Kudian Achan, and dearly beloved in Christ. Normally our Shunoyo feast or Feast of Dormition ends by the time we conclude, it will be close to 1 o'clock. So we still have plenty of time. And what I want to say, first and foremost, I like to thank the Lord Almighty for blessing us and giving His Eminence More Felicinos Metropolitan to grace and bless this occasion, the feast of Mother Mary, the Dormition of Mother Mary, the Theotokos. As Tirumeni was mentioning, and also I mentioned briefly yesterday evening, how much we venerate and we respect
the earthly mother of our Lord and our Savior Jesus Christ. This is for our youngsters. As I mentioned yesterday, how Blessed Mother Mary, that is how we praise during our prayers. However, when you look at her life in a worldly perspective, she went through a lot. She went through more than anyone can imagine. However, she is called blessed. And she even herself proclaimed how blessed she is, which you can see in the book of St. Luke, chapter 1, verses 48. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. Because the reason is that even though she went through a lot, she had the presence of our Lord and our Savior Jesus Christ. And our church venerates her. You know, even I happened to read about something from a Protestant theologian and a scholar. His name is David Young. He once wrote, the Protestant theology consciously constitute something called Christological disease, which means they are not proclaiming Mother Mary as the mother of the Lord Jesus Christ, the divine and human. അത് വലിയൊരു എററാണ്. They are saying it is an error. Even Catholic Church, the Second Vatican Council, in their third session, they proclaimed Saint Mary as the mother of the church. And you know, we venerate her above all saints, and we seek the intercession of Mother Mary. And today, as we conclude with this Feast of the Assumption or Feast of Dormition, if we seek the intercession of Mother Mary, our prayers will be answered. That is for sure. Depends on how humble, how sincere, how devoted we are with our supplications. നമുക്ക് ഈ പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് ഈ വാങ്ങിപ്പ് വരുന്ന ആളിൽ സംബന്ധിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആ അമ്മയുടെ മധ്യസ്ഥത, ദ ഇന്റർസെഷൻ ഓഫ് മദർ മേരി, അതൊരു ഫോർട്രസ്, ഒരു കോട്ടയായി തീരണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ജാഗരണങ്ങളിൽ, നമ്മുടെ നോമ്പിൽ, നമ്മുടെ ഉപവാസത്തിൽ അത് എത്രമാത്രം ആത്മാർത്ഥതയുള്ളതാണ്, സത്യസന്ധമാണെന്ന് ശോധന ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. You know, Mother Mary said, "Here I am." ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. Let it be like how you wish. അല്ലേ? നിന്റെ ഹിതം പോലെ സംഭവിക്കട്ടെ. Here I am. Use me, Lord. ഇന്നത്തെ ഈ പെരുന്നാൾ, this പെരുന്നാൾ, as we conclude here and we are about to leave, we need to say, here I am. We need to submit ourselves before the Lord and say, here I am. Use me, Lord. From the bottom of our heart. ഇതാ കർത്താവിന്റെ ദാസി എന്ന് അമ്മ പറഞ്ഞതുപോലെ, ഇതാ കർത്താവിന്റെ ദാസൻ, കർത്താവിന്റെ ദാസി എന്ന് നമ്മൾ ഓരോരുത്തരും പറഞ്ഞുകൊണ്ട്, യൂസ് മീ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ വിൽ, ലെറ്റ് ദൈ വിൽ ബി ഡൺ ഇൻ അവർ ലൈഫ്, അവന്റെ ഹിതം പോലെ നമ്മുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് പിന്നെ പിതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കും പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായിട്ട് ആ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് തന്റെ അദൃശ്യമായ വലത്ത് തൃക്കൺ നീട്ടി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.